ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചാണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ വ്യത്യസ്ത ടൈപ്സ് ഓഫ് സെന്റൻസുകളെ കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അസേർട്ടീവ് സെന്റൻസ് ആണല്ലോ ആദ്യത്തെ നമ്മുടെ ചർച്ചാ വിഷയം. അതിന്റെ ഡെഫിനിഷനിലൂടെ നമുക്ക് തുടക്കം കുറിക്കാം. നമുക്കതിന്റെ ഡെഫിനിഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ആൻ ആക്ഷൻ ദാറ്റ് വിൽ ബി കംപ്ലീറ്റഡ് ബിഫോർ എ സ്പെസിഫിക് പോയിന്റ് ഇൻ ദ ഫ്യൂച്ചർ. ഭാവി കാലത്ത് ഒരു നിശ്ചിത സമയത്തിന്റെ മുമ്പായി ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു ആക്ഷൻ അത് കഴിഞ്ഞിട്ടുണ്ടാവും, കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും എന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് നാം ഉപയോഗിക്കുന്നത്. അതിന്റെ ഫോർമുലയാണിത്. ആദ്യം സബ്ജക്റ്റ് കൊണ്ടുവരുന്നു, പിന്നെ വിൽ ഹാവ് എന്നുള്ളത് മാൻഡേറ്ററി ആണ്. അതിനുശേഷം തേർഡ് ഫോം ഓഫ് ദ വെർബ്. ഫോർ എക്സാമ്പിൾ, റൈറ്റ്, റോഡ്, റിട്ടൺ. റിട്ടൺ എന്നുള്ളതാണ് തേർഡ് ഫോം ഓഫ് ദ വെർബ്. അല്ലെങ്കിൽ കം, കെയിം, കം. മൂന്നാമത് പറഞ്ഞ കം എന്നുള്ളതാണ് തേർഡ് ഫോം ഓഫ് ദ വെർബ്. അത്തരം തേർഡ് ഫോം ഓഫ് ദ വെർബ് ഇവിടെ യൂസ് ചെയ്യുന്നു. ഉദാഹരണം നോക്കാം നമുക്ക്. They will have graduated from the college by June. ജൂൺ മാസത്തോടുകൂടെ അവർ കോളേജിൽ നിന്നും ബിരുദമെടുത്തിട്ടുണ്ടാവും. അത്തരം സെന്റൻസുകൾ നാം നിത്യജീവിതത്തിൽ ഒരുപാട് ഉപയോഗിക്കുന്നതാണല്ലോ. അവൻ അത് ചെയ്തിട്ടുണ്ടാവും, അവൾ വീട്ടിലെത്തിയിട്ടുണ്ടാവും, അവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, കുട്ടി ഉറങ്ങിയിട്ടുണ്ടാവും തുടങ്ങിയ സെന്റൻസുകൾ. അത്തരം സെന്റൻസുകൾ ഈ വിൽ ഹാവ് വെച്ചിട്ടാണ് ഉപയോഗിക്കൽ. ഓക്കെ, കം ടു ദ സെക്കൻഡ് എക്സാമ്പിൾ. റഹീം വിൽ ഹാവ് ഫിനിഷ്ഡ് ഹിസ് പ്രൊജക്ട്. റഹീം അദ്ദേഹത്തിന്റെ പ്രൊജക്ട് പൂർത്തീകരിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇത്തരം സെന്റൻസുകൾ പറയാൻ വേണ്ടി ഈ വിൽ ഹാവ് ഉപയോഗിച്ചിട്ടുള്ള ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ അസർട്ടീവ് ആണെന്ന് പറയാൻ കാരണം അത് ചെയ്തിട്ടുണ്ടാവും, എത്തിയിട്ടുണ്ടാവും എന്ന് പറയുന്നത്. അത് നേരെ നെഗറ്റീവ് ആകുമ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും അതിന്റെ അർത്ഥങ്ങൾ വരിക. ഫ്യൂച്ചർ പെർഫെക്റ്റ് നെഗറ്റീവ് സെന്റൻസുകൾ എങ്ങനെയാണെന്ന് നോക്കാം. നെഗറ്റീവ് സെന്റൻസ് കിട്ടാൻ വേണ്ടി നാം തൊട്ട് മുമ്പ് പറഞ്ഞ ആ ഫോർമുലയിൽ ആഡ് നോട്ട് ആഫ്റ്റർ ഓക്സിലറി. വിൽ ഹാവ് എന്നുള്ളത് രണ്ടും കൂടിയിട്ടല്ല ഓക്സിലറി, വിൽ എന്നുള്ളത് മാത്രമാണ് ഓക്സിലറി വേർബ്. അപ്പോൾ ആ വിൽ എന്നതിന് ശേഷം നോട്ട് എന്നുള്ള നെഗറ്റീവിന്റെ വേർഡ് അവിടെ ആഡ് ചെയ്യണം. അപ്പൊ വിൽ നോട്ട് ഹാവ് അല്ലെങ്കിൽ വോണ്ട് ഹാവ് എന്ന് നമുക്ക് കിട്ടുന്നതാണ്. അങ്ങനെയാണ് നെഗറ്റീവ് സെന്റൻസ് കണ്ടുപിടിക്കൽ. നോക്കാം നമുക്ക് അതിന്റെ ഉദാഹരണങ്ങൾ. ദേ വിൽ നോട്ട് ഹാവ് ഗ്രാജുവേറ്റഡ് ഫ്രം ദ കോളേജ്. കോളേജിൽ നിന്ന് അവർ ബിരുദം എടുത്തിട്ടുണ്ടാവില്ല. ഓക്കെ, വിൽ നോട്ട് ഹാവ്, അവർ ബിരുദം എടുത്തിട്ടുണ്ടാവില്ല. റഹീം വിൽ നോട്ട് ഹാവ് ഫിനിഷ്ഡ് ഹിസ് പ്രൊജക്ട്. റഹീം അദ്ദേഹത്തിന്റെ പ്രൊജക്ട് പൂർത്തിയാക്കിയിട്ടുണ്ടാവില്ല. ഓക്കെ, ഇപ്പൊ ഈ വില്ലിന്റെ ശേഷം നോട്ട് ആഡ് ചെയ്തു. രണ്ടാമത്തെ എക്സാമ്പിൾ, വില്ലിന്റെ ശേഷം നോട്ട് ആഡ് ചെയ്തു. That's it. We got the negative sentence of future perfect tense. Come to the third type of sentence, which is yes or no questions from future perfect tense. Here we go. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത ചർച്ചാ വിഷയം. നോക്കൂ, അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അസേർട്ടീവ് സെന്റൻസിന്റെ ആ ഫോർമുല ഉണ്ടല്ലോ, ആ ഫോർമുല ആണ് നമുക്ക് മൈൻഡിൽ വേണ്ടത്. ഓക്കെ, ബ്രിങ് ഓക്സിലറി. ഓക്സിലറി ഏതാ? വിൽ എന്നുള്ളതാണ്, ബിഫോർ ദ സബ്ജക്ട്. ആ വിൽ എന്നുള്ള ഓക്സിലറി വേർബിനെടുത്ത് സബ്ജക്റ്റിന്റെ നേരെ മുമ്പിൽ കൊണ്ടുവച്ചാൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് കിട്ടി. നോക്കാം അതിന്റെ ഉദാഹരണങ്ങൾ. വിൽ ദേ ഹാവ് ഗ്രാജുവേറ്റഡ്. അവർ ഗ്രാജുവേറ്റഡ് ആയിട്ടുണ്ടാവോ, ബിരുദം എടുത്തിട്ടുണ്ടാവുമോ? വിൽ റഹീം ഹാവ് ഫിനിഷ്ഡ് ഹിസ് പ്രൊജക്ട്. റഹീം അദ്ദേഹത്തിന്റെ പ്രൊജക്ട് പൂർത്തിയാക്കിയിട്ടുണ്ടാവുമോ, ഫിനിഷ് ആക്കിയിട്ടുണ്ടാവുമോ? ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, വിൽ ദേ എന്നുള്ളത് പ്ലൂറലാണ്, അതിന് പ്രത്യേകം പറയേണ്ടതില്ല. അതിന് ശേഷം ഹാവ് തന്നെയാണ് വരിക. ഇവിടെ ഹാവ് എന്നുള്ളതല്ല നമ്മുടെ പ്രധാന ചർച്ചാ വിഷയം. വിൽ ഹാവ് എന്നുള്ള കമ്പൈൻഡ് ആയിട്ടുള്ള ഓക്സിലറി വെർബും അതിന്റെ ശേഷമുള്ള ഹാവും കൂടിയിട്ടുള്ള കമ്പൈൻഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അത് നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആവട്ടെ പ്ലൂറൽ ആവട്ടെ, ഹാവ് തന്നെയാണ് ചേർക്കൽ. അങ്ങനത്തെ ഒരു സംശയം ഒന്നാമത്തെ എക്സാമ്പിളിൽ ഉണ്ടാവൂല. അതേസമയം രണ്ടാമത്തെ എക്സാമ്പിളിലാവുമ്പോൾ ചെറിയൊരു സംശയം വരാൻ സാധ്യതയുണ്ട്. വിൽ റഹീം ഹാവ്. റഹീം എന്നുള്ളത് സിംഗുലർ അല്ലേ, അവിടെ ഹാസ് ആണ് വരിക? അല്ല, അവിടെ ഹാവ് തന്നെയാണ് വരിക. കാരണം ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിന് വേണ്ടി ഈ വിൽ എന്നുള്ള ഓക്സിലറി തൽക്കാലം
സബ്ജക്റ്റ് ആയ റഹീം എന്ന സിംഗുലറിന്റെ തൊട്ട് മുമ്പിലേക്ക് എടുത്തിട്ടതാണ്. ഓക്കെ, വിൽ റഹീം ഹാവ് ഫിനിഷ്ഡ് ഹിസ് പ്രൊജക്ട്? That's it. Come to the last type of sentence, which is WH questions of future perfect. Let's have a look at how to make it. Future perfect WH questions. Add any WH question word into yes or no question. തൊട്ട് മുമ്പ് കിട്ടിയ yes or no questions അതിലൊരു മാറ്റവും വരുത്താതെ WH question word അതിലേക്ക് ആഡ് ചെയ്താൽ നമുക്ക് yes or no questions കിട്ടും. നോക്കാം എക്സാമ്പിൾ. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കൂ. വിൽ ദേ ഹാവ് ഗ്രാജുവേറ്റഡ് എന്നുള്ളതാണല്ലോ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആയിട്ട് തൊട്ട് മുമ്പ് നാം കണ്ടുപിടിച്ചത്. ആ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ സെന്റൻസിന്റെ മുമ്പിലേക്ക് ഒരു വേർ എന്നുള്ള ഒരു WH ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ ഇവിടെ ആഡ് ചെയ്തു. നോക്കൂ, വേർ വിൽ ദേ ഹാവ് ഗ്രാജുവേറ്റഡ്. അവർ എവിടെ നിന്നാണ് ഗ്രാജുവേറ്റഡ് ആയത്? എവിടെ നിന്ന് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഫ്രം കൊടുക്കാം, കൊടുക്കാതിരിക്കാം. കൊടുത്താലും ഇല്ലെങ്കിലും ആ ഫ്രമിന്റെ അർത്ഥം നമുക്ക് ഈ സെന്റൻസിൽ നിന്നും കിട്ടും. വിൽ ദേ ഹാവ് ഗ്രാജുവേറ്റഡ് ഫ്രം, ഓർ എൽസ് വിൽ ദേ ഹാവ് ഗ്രാജുവേറ്റഡ്. രണ്ട് ചോദിച്ചാലും ഒന്ന് തന്നെയാണ്. നോക്കാം അടുത്ത സെന്റൻസ് നോക്കാം. വിൽ റഹീം ഹാവ് ഫിനിഷ്ഡ് ഹിസ് പ്രൊജക്ട്? റഹീം അദ്ദേഹത്തിന്റെ പ്രൊജക്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവോ എന്നുള്ളതായിരുന്നു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ആ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിന്റെ മുമ്പിലേക്ക് ഹൗ എന്നുള്ളത് ആഡ് ചെയ്തു. എങ്ങനെയായിരിക്കും റഹീം അദ്ദേഹത്തിന്റെ പ്രൊജക്ട് പൂർത്തീകരിച്ചിട്ടുണ്ടാവുക? ആ രൂപത്തിലാണ് WH ക്വസ്റ്റ്യൻ ഇവിടെ ആഡ് ചെയ്തപ്പോൾ ആ രൂപത്തിലാണ് WH ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് അതിന്റെ അർത്ഥം ലഭിക്കുന്നത്. ഓക്കെ, ഈ WH ക്വസ്റ്റ്യൻ സെന്റൻസിൽ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ മേക്കിംഗ് ദ സെയിം മിസ്റ്റേക്സ്, വിച്ച് ഈസ് they will have graduated. വേർ എന്നുള്ള WH ക്വസ്റ്റ്യന് ശേഷം they will have graduated എന്ന് ചോദിച്ചാൽ ഈ WH ക്വസ്റ്റ്യൻ ഒന്ന് ഹൈഡ് ചെയ്യുകയാണെങ്കിൽ they will have graduated എന്നുള്ള അസേർട്ടീവ് സെന്റൻസ് ആണ് നമുക്ക് കിട്ടുക. അത് ഗ്രാമാറ്റിക്കലി മിസ്റ്റേക്സ് ആണ്. അങ്ങനെയല്ല WH ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. ഈ WH ക്വസ്റ്റ്യൻ ഹൈഡ് ചെയ്താൽ നമുക്ക് എക്സാക്ട് yes or no question നമുക്ക് കിട്ടണം. That's it for today's video. I hope you have caught and understood something else from my video. If you have, let me know in the comment box. I can't wait to see you in the next video. Bye.